പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ദുർഘടം പിടിച്ച മിഷൻ പ്രദേശങ്ങളിൽ ഒന്നായ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൻ്റെ 2 രൂപതകളിലെ ഇറ്റാനഗർ മ്യാവു രൂപതകളാണ് നമുക്കുള്ളത്. അതിൽ മ്യാവു രൂപത ആരംഭിക്കുവാനും ഈ രൂപതയുടെ ആരംഭം മുതൽ അമരക്കാരനായിരുന്നുകൊണ്ട് രൂപതയുടെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് നയിക്കുവാനും ദൈവം തിരഞ്ഞെടുത്ത അഭിമന്യ ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവ് നമ്മളോട് കൂടെ ഉണ്ട്. കേരളത്തിലെ കോട്ടയം രൂപതാംഗമായ പിതാവിനെ പ്രത്യേകമായിട്ട് ഷാലോം പ്രേക്ഷകരുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തിൽ നിന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കേ അറ്റത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അതിർത്തിയിൽ പിതാവ് എത്തിച്ചേരാനിടയായ സാഹചര്യം, അതിലേക്ക് ദൈവവിളി പ്രകാരമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ വരെ എത്തിച്ചേരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പിതാവ് തന്നെ പങ്കുവെക്കാമോ? 60കളിൽ ഞങ്ങൾ നാട്ടിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മിഷൻ ലീഗും മറ്റുള്ള സംഘടനകളും അതിൻ്റെ പ്രവർത്തനങ്ങളും വഴി എല്ലാ ചെറുപ്പക്കാർക്കും മിഷനെ പറ്റി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ നാട്ടിലോ അല്ലെങ്കിൽ അന്ന് ഗുണ്ടൂർ മിഷൻ വലിയ പേരുകേട്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ അതൊന്നും എനിക്കത്ര താല്പര്യമായിട്ട് തോന്നില്ല. പിന്നെ അന്ന് ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന പേരേ ഇല്ല, ഇത് മുഴുവൻ ആസാമാണ്. അപ്പോൾ ആസാമിലെ കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ സത്യദീപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മിഷൻ പേപ്പറുകളിൽ കാണുകയും അതുപോലെ ചില വൈദികർ വന്ന് സ്കൂളിൽ ഇതേപ്പറ്റി പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഇന്ത്യയുടെ ഏറ്റവും അങ്ങേയറ്റമായ ആസാമിനെ പറ്റി ഒരു ചെറിയ താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ അതിന് ഓപ്റ്റ് ചെയ്തു. അങ്ങനെ ആണ് ഞാനിവിടെ വരാൻ കാരണം. പിന്നെ 1970 ജൂൺ 25 ഞങ്ങൾ കുറേ പേര്, ചിലർ ഡോൺ ബോസ്കോയുടെ മദ്രാസ് പ്രൊവിൻസിലേക്ക്, ചിലർ കൽക്കട്ട പ്രൊവിൻസിലേക്ക്, ബാക്കി കുറേ പേര് ഇവിടുത്തെ തൂറ ദിബ്രുഗഡ് ഡയസിസും ഷിലോങ് ഡയസിസ്, അങ്ങനെ 2 രൂപതകളിലേക്കും, പിന്നെ കുറേ പേര് ഞങ്ങൾ 14 പേര് ഈ ഇന്നത്തെ നോർത്ത് ഈസ്റ്റിലേക്കും 25-ാം തീയതി അവിടുന്ന് ട്രെയിൻ കയറി ജൂലൈ മദ്രാസുകാർ തിരുപ്പത്തൂർ ഇറങ്ങി, മറ്റുള്ളവർ കൽക്കട്ടയിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങളിങ്ങ് പോന്നു. 25-ാം തീയതി വൈകുന്നേരം കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് ജൂലൈ 1 ഷിലോങ്ങിലെത്തി. അങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. മദ്രാസിലും ട്രെയിൻ മാറി, കൽക്കട്ടയിൽ മാറി, ബറൗണിയിൽ മാറി, ഗൗഹാത്തിയിൽ വന്നിറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ എത്താനും കാരണം. ഇവിടെ എത്തിയതിന് ശേഷം ആദ്യ ദിനങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ നാളുകളിൽ നേരിട്ട പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങൾ. ഇന്ന് ഈ നോർത്ത് ഈസ്റ്റിനെ പറ്റി പറയുമ്പോൾ 70 വെച്ച് നോക്കുമ്പോൾ ഇതൊരു 100% ഒരു പുതിയ ഒരു രാജ്യമാണ്. അന്ന് ഷിലോങ്ങും ആസാമിൻ്റെ തലസ്ഥാനമായിരുന്നു, മേഘാലയ ആയിട്ടില്ല. അത് കഴിഞ്ഞാണ് ഇപ്പം നമുക്കിവിടെയുള്ള ഈ ഡെവലപ്മെൻ്റ് എല്ലാം വന്നത്. ഗൗഹാത്തി, ഡിബ്രുഗർ, അങ്ങനെ 2 യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം. ഇപ്പം എത്രയുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അതുപോലെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ വഴി, അന്ന് ഗൗഹാത്തിയിൽ നിന്ന് ഷിലോങ്ങിന് പോകണമെങ്കിൽ അതൊരു 1 വേ ആയിരുന്നു. ഇപ്പോൾ ഒരു 6 മണിക്കൂർ യാത്ര. അരുണാചലിനെ പറ്റി അന്ന് ആർക്കും അറിയത്തില്ല. കാരണം അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്ത് 1971-ലാണ്. അതുവരെ അത് നേഫ, നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ ഏജൻസി എന്നൊരു പ്രത്യേക ഡിസ്ട്രിക്റ്റായിരുന്നു. ഇവിടെ മിഷനറി ആക്ടിവിറ്റീസിനൊന്നും ആർക്കും വരാൻ സാധിക്കത്തില്ലായിരുന്നു. പിന്നെ അരുണാചലിൽ ഇച്ചിരി ലൈം ലൈറ്റിലേക്ക് വന്നത് 1978 ഈ ഇവിടെ ആദ്യമായിട്ട് ഈ ആൻറ്റി കൺവേർഷൻ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് ഫ്രീഡം ഓഫ് റിലിജിയൻ ആക്ട് എന്നും പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നപ്പോഴാണ്. അതിൻ്റെ കാരണം അന്ന് വരെ ഇവിടെ നിന്ന് ആരും പുറത്തേക്കോ അല്ല പുറത്തുനിന്ന് ആരും ഇങ്ങോട്ടോ വരുന്നില്ലായിരുന്നു. ഇവിടെ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് 1800-കളിൽ ബ്രിട്ടീഷുകാർ സ്റ്റാർട്ട് ചെയ്തൊരു സംവിധാനമാണ്. പക്ഷെ അവർ ചെയ്തത് അത് വെള്ളിയാഴ്ച വൈകുന്നേരം, അതായത് വീക്കെൻഡ്, ആസാമിലെ ഓയിൽ ജോലിക്കാരും ടീ ഗാർഡൻ പണിക്കാരും
ഹണ്ടിങ്ങിനായിട്ട്, വേട്ടയാടാനായിട്ട് ഈ പർവ്വതങ്ങളിലേക്ക്, മലകളിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അവർ പോരുമ്പം അവിടെ ബൗണ്ടറിയിൽ അവർ രജിസ്റ്റർ ചെയ്യണം. കാരണം ഞായറാഴ്ച വൈകുന്നേരം അവർ തിരിച്ചു ചെന്നില്ലെങ്കിൽ അവരെ പോയി നോക്കാനായിട്ട്. അത് അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടാണ് ഈ സംവിധാനം ബ്രിട്ടീഷുകാർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നർ ലൈൻ പെർമിറ്റാക്കി. എന്നിട്ട് പിന്നെ അത് മതത്തിന് ഒരു ഉപയോഗമായിട്ട് അങ്ങനെ മാറ്റി. അങ്ങനെ വന്ന ഒരു അബറേഷനാണിത് നമുക്ക് സത്യം പറഞ്ഞാൽ. പിന്നെ അതിന് അന്ന് ഇട്ട പേര് ടു പ്രൊട്ടക്റ്റ് ദ ട്രൈബൽസ്. ആ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് ട്രൈബൽസിന് എത്ര പ്രൊട്ടക്ഷൻ വന്നു നമ്മളൊന്നും ചിന്തിക്കേണ്ട. കാരണം മീഡിയ വളർന്നതോടുകൂടി ആൾക്കാർക്ക് പിന്നെ യാതൊരു ലിമിറ്റും ഇല്ലാതെ ഹിന്ദി സിനിമ കണ്ടവർ ഇന്ത്യൻ ലോകത്തെ, കൊറിയൻ സിനിമ കണ്ട് കൊറിയൻ ലോകത്തെ, ഇംഗ്ലീഷ് സിനിമ കണ്ട് ഇംഗ്ലീഷ് ലോകത്തെ അവർ പുറത്തു പോകാതെ തന്നെ അങ്ങോട്ട് ഗ്രഹിക്കാൻ തുടങ്ങി. അതനുസരിച്ച് ജീവിക്കാനും തുടങ്ങി. അതുപോലെ തന്നെ ചെറുപ്പക്കാർ പിള്ളേർ നാഗാലാൻഡ്, ഷില്ലോങ് ഒക്കെ പോയി അവിടെ നല്ല സ്കൂളുകൾ കണ്ട്, ക്രിസ്ത്യൻ സ്കൂളുകൾ കണ്ട് അവിടെ പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് ചിലർ പോന്നപ്പം അവരവിടുന്ന് മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ വന്നു. അപ്പോൾ അവരിലുള്ള മാറ്റം കണ്ട് അവരുടെ കാരണവന്മാരും അവരുടെ വില്ലേജേഴ്സൊക്കെ ആ മതത്തെപ്പറ്റി കണ്ടുപിടിക്കാൻ തുടങ്ങി. അവർ ക്രിസ്ത്യാനികളാകാൻ തുടങ്ങി. അന്നേരമാണ് അന്നത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ കെ.എ. രാജ ഈ ആൻറ്റി കൺവേർഷൻ നിയമം അവതരിപ്പിച്ച്. ഇത് യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് ലെഫ്റ്റനൻറ്റ് ഗവർണറിൻ്റെ 30 MLA-മാരുണ്ടെങ്കിലും അതുകൊണ്ടൊരു കാര്യമില്ല. അദ്ദേഹം പറയുന്നതാണല്ലോ നടക്കുന്നത്. അങ്ങനെയാണ് ഈ ആൻറ്റി കൺവേർഷൻ നിയമം വന്നത്. പക്ഷേ ആ നിയമം വന്നതുകൊണ്ട് ആൾക്കാർക്കൊരു കുറച്ചുകൂടെ താല്പര്യം വരികയാണ് ചെയ്തത്. എന്നു വെച്ചാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാത്രം ഇത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ അവർ കണ്ടുപിടിച്ചു ഇവിടെ പല മറ്റുള്ള സ്കൂളുകളുണ്ടായിരുന്നു. അവർ കണ്ടുപിടിച്ചു അത് വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് അവരിങ്ങനെ ക്രിസ്ത്യൻ സ്കൂളുകളും കോളേജുകളും തിരക്കി പുറത്തു പോയി അവർ ക്രിസ്ത്യാനികളായിട്ട് വന്നു. അവരുടെ കാരണവന്മാരും അവരുടെ നാട്ടുകാരും ഇതങ്ങ് സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ആൻറ്റി കൺവേർഷൻ നിയമം വന്നപ്പോൾ അത് ആൾക്കാരെ ചെക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആ നിയമം പിന്നെയും ഒന്ന് പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഇന്ന് ഈ സ്റ്റേറ്റിൽ വളരെ പ്രശ്നം നടക്കുന്നത്. 1988 അരുണാചൽ പിന്നെ ഒരു സ്റ്റേറ്റായിട്ട് മാറിയത്. പിതാവിൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഏതെല്ലാം വിധത്തിലുള്ള ശുശ്രൂഷകളിലേക്കാണ് പിതാവ് പ്രവേശിച്ചതും ഈ എറണാകുളം മിഷനിലേക്ക് വരെ എത്തിയ കാലഘട്ടങ്ങളിലുള്ള പിതാവിൻ്റെ അനുഭവങ്ങൾ കൂടി പങ്കുവെക്കാമല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഈ 78 അരുണാചൽ പ്രൊമിനൻസിലേക്ക് വന്നത് ഈ ആൻറ്റി കൺവേർഷൻ നിയമത്തോടു കൂടി. അതുവരെ ഞങ്ങളൊക്കെ സെമിനാരിൽ പഠിക്കുമ്പം അന്ന് ഈ ഡോൺ ബോസ്കോയുടെ വൈസ് പ്രൊവിൻഷ്യലാണ് ഇന്നത്തെ ആർച്ച് ബിഷപ്പ് തോമസ് മേനാംപറമ്പിൽ. അദ്ദേഹം വല്ലപ്പോഴും ഞങ്ങൾ സെമിനാറിലൊക്കെ വന്ന് ഞങ്ങളോട് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ആസാമിനെ പറ്റിയൊക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷേ അരുണാചലിനെ പറ്റി അധികം ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ചെറിയ ഇതുണ്ട്, ഈ ഒരു ഏരിയനെ പറ്റി ഒരിക്കലും നമ്മൾ കേൾക്കുന്നില്ലെന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഷില്ലോങ്ങിലെ പഠിത്തം കഴിഞ്ഞ് BA ഫിലോസഫി പഠിക്കാനായിട്ട് ഡാർജിലിങ്ങിൽ സൊന്നഡായി ചെന്നപ്പോൾ അവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ അന്നത്തെ നേഫായെപ്പറ്റി കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പുസ്തകമൊക്കെ വായിച്ചു. എനിക്കിതിനെപ്പറ്റി ഒരു ചെറിയ താല്പര്യം തോന്നി. അങ്ങനെ ഇരുന്നപ്പോഴാണ് 1978 ഓഗസ്റ്റിൽ ഫാദർ തോമസ് മേനാംപറമ്പിൽ ഇവിടെ ഇപ്പോൾ രാമ്യാവ് രൂപതയിലെ ബർദൂരിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ വില്ലേജ് തലവൻ വാങ്ലറ്റ് ലോവാങ്ചായുമായിട്ട് പരിചയപ്പെട്ട് 78 ഓഗസ്റ്റിൽ അന്ന് ഡോൺ ബോസ്കോ ഷില്ലോങ്ങിൻ്റെ റെക്ടറായ മേനാംപറമ്പിൽ പിതാവ് ബർദൂരിയ സന്ദർശിച്ചു. 1979 ഓഗസ്റ്റ് 2 634 പേര് അവിടെ മാമോദീസ സ്വീകരിച്ചു. അന്ന് തന്നെ അവരൊരു ചെറിയ ഓലയും ഇല്ലിയും വെട്ടി ഒരു പള്ളി ഉണ്ടാക്കി അത് വെഞ്ചരിച്ചിട്ടാണ് അവർ തിരിച്ചു പോയത്. അരുണാചലിലെ സഭ മുമ്പോട്ട് വരുന്നത്
ഈ വാങ്ലറ്റിൻ്റെ 78 വാങ്ലറ്റ് മാമോദിസ സ്വീകരിച്ചത്. വാങ്ലറ്റും അദ്ദേഹത്തിൻ്റെ ഒരു മകനും ഒരു മകളും അന്ന് മാമോദിസ സ്വീകരിച്ചു. അതോടുകൂടിയാണ് നമുക്ക് പറയാം കത്തോലിക്ക സഭ ഇവിടെ വളരാൻ തുടങ്ങിയത്. പിന്നെ അത് കൃത്യം 1 കൊല്ലം കഴിഞ്ഞ് അത് 600-ലേക്ക് മാറി. അതോടുകൂടി മറ്റ് ഗ്രാമങ്ങളിലൊക്കെ ഇതങ്ങോട്ട് പടർന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് വിദ്യാഭ്യാസം, രണ്ടാമത് അവർ ഇവിടെ ഈ ഈസ്റ്റേൺ ബെൽറ്റിൽ വൈഷ്ണവൈസത്തിൻ്റെ വളരെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ആസാമിൽ നിന്ന് ഈ പൂജാരികൾ അല്ലെ പണ്ഡിറ്റുകാർ വരുമായിരുന്നു ഇവരുടെ. പക്ഷേ ഈ പണ്ഡിറ്റ് വന്നാൽ അവർ രാജാവിൻ്റെ വീട്ടിൽ മാത്രമേ പോകത്തുള്ളൂ. എന്നാലും അവർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് പൈസയും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷേ ആ വീട്ടിൽ കിടക്കുകയോ ആ വീട്ടിൽ ആഹാരം കഴിക്കുകയോ ചെയ്യത്തില്ല. അവരുടേതായ പാത്രം കൊണ്ടുവന്ന് മാറി അതിനകത്ത് ആഹാരം കുക്ക് ചെയ്ത് കഴിച്ച് എവിടെയെങ്കിലും ഒരു സൈഡിൽ കിടന്ന് അവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൾക്കാർക്ക് യാതൊരു വിധത്തിലും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് വന്ന് ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ആര് വന്നാലും അവരുടെ വീട്ടിൽ കിടക്കുന്നു, അവർ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ഇവിടെ തന്നെ കിടക്കുന്നു. ഇവിടെ നിന്നാണ് ഇതങ്ങ് തുടങ്ങിയത്. അതിൻ്റെ ഒരു സത്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ജോഗ്രഫി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാം 2000 അവർ വലിയൊരു സ്റ്റഡി നടത്തിയിരുന്നു. ഈ 2000 തുടങ്ങുമ്പം ആദ്യത്തെ ഈ സൗത്ത് ഏഷ്യയിൽ ആദ്യത്തെ സൺഷൈൻ എവിടെയായിരിക്കുമെന്ന്, സൂര്യൻ ആദ്യം കാണുന്നത് എവിടെയായിരിക്കുമെന്ന് കാണാനായിട്ട് അവർ വലിയൊരു സ്റ്റഡി നടത്തി. അന്നേരം അവർ കണ്ടുപിടിച്ചത് ഇന്നത്തെ അഞ്ചാവ് ഡിസ്ട്രിക്റ്റിൽ, അതായത് നമ്മുടെ ഇതിനകത്ത് ഈ രൂപതപ്പെട്ടതാണ്, അവിടെ ഒരു വില്ലേജിലാണ് 2000 ഏറ്റവും ആദ്യം സൂര്യപ്രകാശം വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഈ പ്രദേശത്തു നിന്നാണ് സൂര്യൻ്റെ വെളിച്ചം എല്ലായിടത്തേക്കും പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു ബോധ്യം വരുന്നു. അതായത് ദൈവത്തിൻ്റെ, ഈശോ പറയുന്നു ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന്. ഈ പ്രകാശം ഇവിടുന്ന് എല്ലായിടത്തേക്കും പോകണം എന്നുള്ളൊരു ഇതിലാണ് ഇത് വന്നത്. അന്നേരം നമ്മൾ പിന്നെ ചരിത്രത്തിലേക്ക് പോകുമ്പം 1854 ക്രീക്ക് ആൻഡ് ബോറി എന്ന് പറഞ്ഞ 2 ഫ്രഞ്ച് പാരീസ് മിഷൻ അച്ഛന്മാരെ ടിബറ്റിലേക്കുള്ള വഴി കൊല്ലപ്പെട്ടു. അതും ഈ പറഞ്ഞ സെയിം അഞ്ചാവ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അന്ന് അത് ഇന്ത്യ ആയിരുന്നു എന്നെല്ലാവരും പറയുന്നു. പക്ഷേ ഇപ്പോൾ അവരെ അടക്കിയിരിക്കുന്ന ഗ്രാമം ഇന്ന് ടിബറ്റിലാണ്. അതിൻ്റെ ബാക്കി പൊളിറ്റിക്കൽ അത് നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ അവർ പോയത് അവിടെയാണ്. അതിനെപ്പറ്റി സകല എവിഡൻസ് ഉണ്ട്. അവരെ കൊന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ അവർ സസ്പെക്റ്റ് ചെയ്ത ഒരു മിഷ്മീനെ അറസ്റ്റ് ചെയ്തു. ആ ഒരു അറസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ അന്നത്തെ ആ എക്സ്പെഡീഷൻ അവർ 10,000 രൂപ മുടക്കിയതായിട്ട് ചരിത്രത്തിലുണ്ട്. അപ്പം അന്നത്തെ 10,000 രൂപ ഇന്ന് എത്രയായിരിക്കുന്നു നമുക്ക് കണക്കൂട്ടി നോക്കാം. അങ്ങനെ ഇതേപ്പറ്റി അത് കഴിഞ്ഞ് പിന്നെ ഇത് ഈ യാതൊരു ലിമിറ്റും ഇല്ലാതെ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരിക്കൽ തനിയാങ്ങിൻ്റെ നേതൃത്വത്തിൽ ആ ഏരിയയിൽ നീഷി ഏരിയയിൽ തുടങ്ങി. പിന്നെ അവരതോട് യാതൊരു പേടിയില്ലാതെ അങ്ങോട്ട് സ്വീകരിക്കാൻ തുടങ്ങി. 1980 എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഷില്ലോങ്ങിൽ നിന്ന് തിയോളജി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും അവധിക്കാലത്ത്, വിൻ്ററിലും സമ്മറിലും അവധിക്കാലത്ത് ഞാൻ അരുണാചലിലാണ് വന്നത്. നമുക്ക് അരുണാചലിൽ കയറാൻ പറ്റിയില്ല, പക്ഷേ ബോർഡറിൽ 80 ക്രിസ്മസിന് ഞാൻ ഹർമുട്ടി എന്ന് പറഞ്ഞ മിഷനിലായിരുന്നു. അവിടുന്ന് അതിന് തൊട്ടടുത്തുള്ള ഇപ്പം ഒരു വിൻസെൻഷ്യൻ ധ്യാനകേന്ദ്രമൊക്കെ ഉണ്ട്, ഗുംതോ എന്ന് പറഞ്ഞ്. ഞാൻ അവിടെ 10 ദിവസം താമസിച്ച് അവിടുത്തെ പിള്ളേരുടെ കൂടെ അവിടെ ഒരു ചെറിയ ഇല്ലിയും ടിന്നിട്ട്, അവിടെ ഇലയില്ല, അതുകൊണ്ട് ടിന്നിട്ട് ഒരു പള്ളി ഉണ്ടാക്കി 24-ാം തീയതി രാത്രിയിൽ ഞങ്ങളതിൻ്റെ ബ്ലെസ്സിങ് നടത്തി. 25-ന് ഞങ്ങൾ ഇപ്പം ആ വലിയ ഒരു പള്ളി ഇരിക്കുന്ന ഗുംതോ, അരുണാചൽ ഏറ്റവും വലിയ പള്ളി എന്ന് പറയാം, ആ പള്ളി ഇരിക്കുന്ന ഞങ്ങൾ അവിടെ ക്രിസ്മസ് നടത്തി. അന്നാണ് ഞങ്ങളെ പോലീസ് പിടിച്ച് ഞങ്ങൾ 18 മണിക്കൂർ നാഹർലഗൺ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഇത് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് അവർ കൊണ്ടുപോയി വിട്ടത്.
എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആദ്യം പോയത് ടിൻസുക്കേക്ക്, ആസാമിൽ. അത് വലിയൊരു ടൗൺ ആയതുകൊണ്ട് അവിടെ പിള്ളേരെ അരുണാചലിൽ നിന്ന് അവിടെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച് ബൈബിളും ചർച്ച് ഹിസ്റ്ററി, കാറ്റഗിസം എല്ലാം അതിനോടൊപ്പം 10ാം ക്ലാസ്സിലെ സിലബസും പഠിപ്പിച്ച് അവർ 10 മട്രിക്ക് എഴുതി. അങ്ങനെ ഇന്നത്തെ നേതാക്കൾ അവരൊക്കെയാണ്. അതിനകത്ത് 10 പാസ്സാകാൻ പറ്റാത്തവർ അന്നത്തെ കോൺസ്റ്റബിളായിട്ടും ഫോറസ്റ്റ് ഗാർഡായിട്ടും അതുപോലെ തന്നെ വില്ലേജിലെ കാറ്റഗിസ്റ്റായിട്ടൊക്കെ അവർ പോയി. അങ്ങനെ എല്ലാ വില്ലേജിലും ഇതായി. അതുപോലെ ഒരു വില്ലേജിലെ ആൾക്കാർ മാമോദീസ സ്വീകരിച്ചാൽ ഞങ്ങളൊരിക്കലും അവരെ അങ്ങനെ വിട്ടിരുന്നില്ല. പക്ഷേ ആ വില്ലേജിൽ നിന്ന്, എല്ലാ വില്ലേജിൽ നിന്നും ബാച്ചുകളായിട്ട് ആദ്യമേ അവിടുത്തെ ആണുങ്ങൾ, രണ്ടാമത് പെണ്ണുങ്ങൾ, മൂന്നാമത് ചെറുപ്പക്കാർ ടിൻസുക്കായി വന്ന് ഒരാഴ്ച ക്യാമ്പും, പ്രത്യേകിച്ച് ഈ അന്നത്തെ ബൈബിൾ ഫിലിം വളരെ പോപ്പുലറായിരുന്നു. സകല ഫിലിമും കാണിച്ച് അത് കഴിഞ്ഞ് അവരെ തിരിച്ചു വിടുമായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടായി കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങേയറ്റം ഈ NSC എന്ന് പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പ് തോക്കുമായിട്ട് ഗ്രാമങ്ങളിൽ ചെന്ന് ആൾക്കാരെ അടിക്കുകയും ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അധികം പേര് ബാപ്റ്റിസ്റ്റിലേക്ക് അല്ലെ പ്രൊട്ടസ്റ്റന്റിലേക്ക് പോയില്ല. കാരണം അവർക്ക് ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണിപ്പോൾ നമുക്ക് വില്ലേജുകളിൽ നിന്ന് ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇത്രയും സഭ 1979 തുടങ്ങിയതാണെങ്കിലും ഇന്ന് ഞങ്ങളുടെ ഈ മ്യാവ് രൂപതയുടെ അതിർത്തികളിൽ നിന്ന് 70 കൂടുതൽ പെൺപിള്ളേർ സിസ്റ്റേഴ്സായിട്ടുണ്ട്. അതുപോലെ ഇപ്പം 7 അച്ഛന്മാരായി. ഇതിങ്ങനെ വളരാനുള്ള സകല സാധ്യതയും ഞങ്ങൾ കാണുന്നുണ്ട്. അത് താമസിക്കാതെ സഭ അവരുടെ തന്നെയായിട്ട് മാറും. അത് യാതൊരു സംശയവുമില്ലാതെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിതാവേ, ഇന്നത്തെ തലമുറയിലെ പ്രേക്ഷിതരായി കടന്നു വരുന്ന ദൈവവിളിയെല്ലാം സ്വീകരിച്ച് കടന്നുവരുടെ എണ്ണം കുറയുന്നു. എങ്കിലും പുതുതായി വരുന്നവരോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് തന്നെ നമ്മൾ പ്രേക്ഷിതർ അല്ലാത്തവർ, വൈദികർ, അൽമായർ എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ വേണ്ടെന്ന് വെക്കണം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. നമ്മളെല്ലാവരും മിഷണറിമാരാണ്. ഈശോ ആ 12 പേരോട് മാത്രമല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ പോയി പ്രഘോഷിക്കാൻ, എല്ലാവരോടും അല്ല പറഞ്ഞത്. അപ്പം നമ്മൾ മാമോദിസ സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും ജീവിതത്തിലെല്ലാം നമ്മൾ ഈ ഒരു ലക്ഷ്യം വെച്ച് ചെയ്യണം. രണ്ടാമത്, നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ കൊച്ചിത്രേസ്യായനെ മിഷൻ്റെ പേട്രണസായിട്ടാണ് കത്തോലിക്ക സഭ വന്നിക്കുന്നത്. പക്ഷേ ഈ വലിയ മിഷനറി ആ കോൺവെൻറ്റ് വിട്ട് അല്ലെങ്കിൽ ആ മഠത്തിന് പുറത്ത് പോയിട്ടില്ല. ഇന്ന് നമ്മൾ പോകുന്നു, വില്ലേജിൽ പോകുന്നു, ഗ്രാമത്തിൽ പോകുന്നു, മൈലുകളിൽ എത്തുന്നു. പക്ഷേ ഈ പറഞ്ഞ മിഷൻ്റെ, ലോകത്തിലെ മുഴുവൻ മിഷൻ്റെ പേട്രണസ് അവരുടെ കോൺവെൻറ്റിന് പുറത്ത് പോയിട്ടില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ആ സിസ്റ്ററിനെ മിഷൻ്റെ പേട്രണ? കാരണം മനുഷ്യർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ഈശോയുടെ സുവിശേഷം എല്ലാവരും സ്വീകരിക്കുന്നതിനായിട്ട് പ്രാർത്ഥിച്ചു. നമ്മളുടെ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മൾ മറ്റുള്ളവരായിട്ട് പല പല കാരണത്തിൽ ബന്ധപ്പെടുന്നവരുമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അവരുടെ മാനസാന്തരത്തിനല്ല, പക്ഷേ അവരുടെ നന്മയ്ക്ക് വേണ്ടി. നമ്മുടെ വിശ്വാസത്തിൽ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ നന്മ എന്താ? അവർ ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട്, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. അതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് നമ്മളെല്ലാവരും ചെയ്താൽ നമ്മളെല്ലാവരും മിഷണറിമാരായിട്ട് മാറും. ഈ അരുണാചൽ മിഷൻ തുടങ്ങിയപ്പോൾ മുതൽ ലോകത്തിൽ
പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ പ്രത്യേകിച്ച് നിങ്ങൾ ധാരാളം പേര് പല വിധത്തിലും സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൂടെ. ഇവിടെ പ്രോസിക്യൂഷൻ കടന്ന സമയത്ത് പ്രത്യേകിച്ച് മുൾമടങ്ങളിലും എല്ലായിടത്തും ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പേര് ഇവിടെ വന്ന് ഒളിച്ചും പാത്തും വന്ന് ധ്യാനങ്ങൾ നടത്തി സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ള ചിലർ പള്ളി പണിയാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനകാര്യമായിട്ടും സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും വളരെ നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങൾ ഭാവിയിലും ഇവിടെ പ്രശ്നമൊന്നും ഒതുങ്ങിയിട്ടില്ല. ഇന്ത്യയിലെ എല്ലായിടത്തെയും പോലെ ഇത് ഇപ്പോഴും ഉണ്ട്. എല്ലാവരും അതുപോലെ മുമ്പോട്ട് പ്രാർത്ഥിക്കുമെന്നും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരികയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.